ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എക്സലിൽ ഒരു ബിസിനസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പട്ടികയിൽ നമ്മൾ തന്നിട്ടുള്ളത് സ്റ്റോക്ക് ഐറ്റംസ്, സ്റ്റോക്ക് ഗ്രൂപ്പ്, പർച്ചേസ് പ്രൈസ്, പർച്ചേസ് ക്വാണ്ടിറ്റി, സെല്ലിംഗ് പ്രൈസ്, സെല്ലിംഗ് ക്വാണ്ടിറ്റി, ഇത്രയും നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്നത് ഓരോ സോപ്പിൻ്റെ കമ്പനികളാണ്. ലെക്സ്, നമ്പർ 1, നിർമ്മ, ഗീവ്, ഡോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോപ്പിൻ്റെ കമ്പനിയാണ് നമുക്ക് ഇത്രയും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാം നമുക്ക് സോപ്പ് തന്നെയാണ്. പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞത് ലെക്സിൻ്റെ സോപ്പ് 15 രൂപക്കാണ് നമ്മൾ പർച്ചേസ് നടത്തിയത്. ഓക്കെ. പർച്ചേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് ലെക്സിൻ്റെ സോപ്പ് നമ്മൾ 15 രൂപ വെച്ച് 150 എണ്ണമാണ് നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുള്ളത്. ഓക്കെ. ഇനി അത് നമ്മൾ പർച്ചേസ് നടത്തിയ അതേ പർച്ചേസിന് ചെയ്ത അതേ റേറ്റിന് നമ്മൾ സെല്ലിങ് ചെയ്യൂലല്ലോ. ഓക്കെ. അപ്പം നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15 രൂപക്ക് വാങ്ങിയ സോപ്പ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് 18 രൂപക്ക് സെയിൽ നടത്തി. ഓക്കെ. സെല്ലിംഗ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ നടത്തിയ എണ്ണം. അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ക്വാണ്ടിറ്റി 150 ആണ്, സെല്ലിംഗ് ക്വാണ്ടിറ്റി 130 ആണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആണ്. പ്രോഫിറ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ലാഭം. അപ്പോൾ നമ്മൾ എങ്ങനെ കാണും? ഈക്വൽ ടു നമ്മൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസ്. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യാം, താഴോട്ട് ഡ്രാഗ് ചെയ്ത് മറ്റുള്ള സോപ്പിൻ്റെയും കൂടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ഇനി ടോട്ടൽ പ്രോഫിറ്റാണ് അടുത്ത കോളം. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എത്ര എണ്ണം സെയിൽ നടത്തിയിട്ടുണ്ട്? 18 എണ്ണം സെയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു 18 എണ്ണം നമുക്കിവിടെ 18 രൂപക്കാണ് നമ്മൾ സെയിൽ നടത്തിയത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഒന്നിൻ്റെ ലാഭം നമുക്ക് 3 എന്ന് കിട്ടി. ഇവിടെ സെല്ലിംഗ് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രോഫിറ്റ് പെർ യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി. ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ കൂടെ ടോട്ടലി കിട്ടുന്നതായിരിക്കും. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമുക്കവിടെ എന്തുണ്ട്? ഇനി ക്ലോസിങ് എത്ര ഉണ്ട്, നമ്മുടെ കടയിൽ എത്ര ക്ലോസ് ഉണ്ട്, സോപ്പ് ഇനി ബാക്കിയുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ പർച്ചേസ് ക്വാണ്ടിറ്റിന്ന് സെല്ലിംഗ് ക്വാണ്ടിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. പർച്ചേസ് ക്വാണ്ടിറ്റി മൈനസ് സെല്ലിംഗ് ക്വാണ്ടിറ്റി. ദെൻ ടോട്ടൽ പർച്ചേസ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ലെക്സിൻ്റെ സോപ്പ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് അല്ലേ തന്നുള്ളൂ, 15 രൂപ. 150 എണ്ണം നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ 150 ഇൻറ്റു പർച്ചേസ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ പർച്ചേസ് പ്രൈസ് കിട്ടും. ഓക്കെ. ഇനി ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് നമ്മൾ 18 രൂപക്കാണ് ഒരു സോപ്പ് സെയിൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ സെല്ലിംഗ് ക്വാണ്ടിറ്റി 130 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? 130 ഇൻറ്റു ഈക്വൽ ടു കൊടുത്തിട്ട് 130 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്, സെല്ലിംഗ് ക്വാണ്ടിറ്റി ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമ്മുടെ ബിസിനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സമ്മിൻ്റെ നേരെ ഓക്കെ സമ്മ് ജസ്റ്റ് ഓട്ടോ സമ്മ് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇവിടെ നമ്മൾ കണ്ടോ, നമുക്ക് ഇത്രയും രൂപയുടെ സോപ്പ് നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നു. 36,180 രൂപക്കാണ് നമ്മൾ ടോട്ടൽ പർച്ചേസ് പ്രൈസ്. ഈ ടോട്ടൽ സെല്ലിംഗ് പ്രൈസോ ഓട്ടോ സമ്മ് ചെയ്താൽ മതി. ഇനി നമുക്ക് കണ്ടോ, അപ്പോൾ നമുക്ക് എത്രയായി? 40,165 രൂപ നമുക്ക്
നമ്മുടെ ഇത്രയും സോപ്പ് വിറ്റപ്പോൾ തന്നെ നമുക്ക് കിട്ടി. ഇനി അവിടെ ബാക്കി സോപ്പ് എത്ര എണ്ണം ബാക്കിയുണ്ട്? ക്ലോസിങ് സ്റ്റോക്ക് 145 സോപ്പ് നമുക്ക് അവിടെ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ് ഗ്രോസ് പ്രോഫിറ്റാണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വർക്കുകളുമായി ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.